Hi guys, Assalamu alaikum. This is Bichu Fahima here. Welcome back to my channel. കുറേ ആൾക്കാർ വീഡിയോ ഞാൻ സജസ്റ്റ് ചെയ്ത മലബാറുകാരുടെ അഹങ്കാരമായ മുട്ടമാലയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ആകെ വെറും 2 ഇൻഗ്രീഡിയൻസ് ആയ മുട്ടയും പഞ്ചസാരയും മാത്രം യൂസ് ചെയ്തിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള മുട്ടമാല ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് മെയിൻ കോഴ്സ് ആയിട്ടോ ഡെസേർട്ട് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന ഫംഗ്ഷന് നല്ല ജഗചില്ലി കളറായി മാറിക്കോളും. കാണാനുള്ള ലുക്ക് പോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റുമാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ പറഞ്ഞ് കുറച്ച് ആർഭാടായിപ്പോയോ എന്നറിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 15 മുട്ട എടുത്തിട്ടുണ്ട്. 15 നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നാടൻ മുട്ട കിട്ടുന്നില്ലെങ്കിൽ 10 ലഗോൺ മുട്ടയും 5 താറാവ് മുട്ടയും എടുത്താൽ മതി. ലഗോൺ മുട്ട മാത്രമാകുമ്പോൾ മുട്ടമാല അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. താറാവ് മുട്ടയും കൂടെ ആഡ് ചെയ്താലാണ് നല്ല സ്റ്റിഫായിട്ട് മുട്ടമാല ഉണ്ടാകാൻ. പക്ഷെ നാടൻ മുട്ട ആകുമ്പോൾ നല്ലൊരു കളറും ഉണ്ടാവും, ടേസ്റ്റും കൂടുതലായിരിക്കും. ഇനി മുട്ട പൊട്ടിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതായത് മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ബൗൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബൗളിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് ഡ്രൈ ആയിരിക്കണം. മഞ്ഞ ഒഴിക്കുന്ന ബൗളിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്. മുട്ടൻ്റെ മഞ്ഞയിലേക്ക് മുട്ടൻ്റെ വെള്ളം ആവാനേ പാടില്ല. അപ്പോൾ മുട്ടമാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കുമ്പോൾ വെള്ളം ഇതുപോലെ ഒഴിച്ചതിന് ശേഷം മഞ്ഞ സ്ട്രെയിനറിലേക്ക് ഇട്ടാൽ മതി. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ പുറത്തുനിന്നുള്ള വാങ്ങിക്കുന്ന മുട്ടയാണെങ്കിൽ ഡയറക്റ്റായിട്ട് പൊട്ടിക്കാൻ നിൽക്കരുത്. വേറൊരു ചെറിയ ബൗളിൽ പൊട്ടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. കാരണം ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മുട്ടയിൽ മോശമാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഡയറക്റ്റ് പൊട്ടിച്ചാൽ നമ്മൾ മുട്ടമാലേൻ്റെ സ്മെല്ലെല്ലാം മാറിപ്പോവും. അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിനോ എന്നറിയില്ല, മഞ്ഞക്കൊരു ഔട്ടർ കവർ ഉണ്ട്. അത് ഇതുപോലെ പൊട്ടിച്ചിട്ട് വെള്ളയിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ മുട്ട കംപ്ലീറ്റ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സെപ്പറേറ്റ് ചെയ്തെടുത്ത മുട്ടൻ്റെ മഞ്ഞ ഒരു ഫോർക്ക് യൂസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി മുട്ടമാല ഉണ്ടാക്കിയെടുക്കുന്നത് ഷുഗർ സിറപ്പിലാണ്. നമ്മളിവിടെ സീറ് എന്നും പറയും. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1.5 കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു സിറപ്പ് കറക്റ്റ് കൺസിസ്റ്റൻസി ആയാൽ മാത്രമാണ് മുട്ടമാല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. കൂടുതലായിട്ട് കട്ട പിടിച്ച് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. അധികം വെള്ളം ആയാലും മുട്ടമാലിൻ്റെ സ്വീറ്റ്നെസ് കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ പഞ്ചസാര കംപ്ലീറ്റ് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ വെള്ളയിൽ നിന്ന് ഒരു 3/4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാരയിലുള്ള കീടങ്ങളെല്ലാം ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് 1 മിനിറ്റ് പതിപ്പിച്ചെടുത്താൽ ഇതുപോലെ വൈറ്റ് പാർട്ട് പൊങ്ങി വരും. അത് സിറപ്പ് ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ സിറപ്പ് നല്ല ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഇന്ന് ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു വേ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വുഡൻ സ്റ്റിക്ക്, നമ്മളിവിടെ കൈല് എന്നാണ് പറയല്, ഇതിൽ ചെറിയ ഹോൾ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അധികം ആൾക്കാർ ഇപ്പോൾ ബോട്ടിലെല്ലാം ഹോൾ ഇട്ടിട്ടാണ് മുട്ടമാല ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നിങ്ങളെ കംഫർട്ടബിൾ പോലെ ചൂസ് ചെയ്താൽ മതി. എന്നിട്ട് സിറപ്പ് ഇതുപോലെ നന്നായിട്ട് തിളച്ച് പതഞ്ഞ് വന്നാൽ മാത്രമാണ് യോക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഇമ്പോർട്ടൻറ്റ്. അത് കറക്റ്റ് ആയാലും മുട്ടമാല ഫ്ലോപ്പ് ആവാണ്ട് കിട്ടും. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ സിറപ്പ് തിക്കായി പോയിട്ട് കാരമലൈസ്ഡ് ആയിപ്പോയിന്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതും. എൻ്റെ ഉമ്മയും ഹസ്ബൻഡിൻ്റെ മമ്മിയും മുട്ടമാല എക്സ്പേർട്സ് ആണ്. അവർ ഈസി ആയിട്ട് ചെയ്യുന്ന കണ്ടിട്ട് ഞാനും വിചാരിച്ചത് ഇത് ഭയങ്കര സിമ്പിളാണെന്ന്. പക്ഷെ അത്ര സിമ്പിളൊന്നുമല്ല. എന്നാലും കറക്റ്റ് ടിപ്പ് ഫോളോ ചെയ്താൽ ആർക്കും ആണെങ്കിലും ഉണ്ടാക്കാനും പറ്റും. ആകെ 2 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഇത്രയും ടേസ്റ്റുള്ള ഈ മുട്ടമാല ഉണ്ടാക്കിയെടുക്കുന്നത്. മുട്ട പെട്ടെന്ന് തന്നെ കുക്കാവും. അപ്പോൾ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊരു ബാംബൂ സ്റ്റിക്ക് കൊണ്ട് ചുറ്റിച്ചെടുത്ത് മാറ്റുന്നുണ്ട്. കട്ടൊന്നും ഇല്ലാണ്ട് വേണം മാല സിറപ്പ് നിന്ന് എടുക്കാൻ. അപ്പോൾ മാല കംപ്ലീറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കളറിലും അതും നല്ല മാല പോലെ തന്നെ ആയിട്ടും ഉണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ച മുട്ടൻ്റെ വെള്ളം കൊണ്ട് പിന്നാണത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞുതരാം. മുട്ടമാലിൻ്റെ കൂടെ തന്നെ കഴിക്കുന്നതാണ് ഈ പിന്നാണത്തപ്പം. അപ്പോൾ ഞാൻ ഈ മുട്ടൻ്റെ വെള്ളം കംപ്ലീറ്റ് മിക്സറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിനി സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ സിലിക്കൺ മോൾഡിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി ഒരു കേക്ക് പാനിൽ ഓയിൽ ഗ്രേസ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. ഇത് സ്റ്റീമറിൽ വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിലെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നാണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏതൊരു ഫംഗ്ഷനും സെർവ് ചെയ്താൽ എടുത്ത് കാണിക്കുന്ന ഒരു ഐറ്റമാണ് ഈ മുട്ടമാല. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മുട്ടമാല ഇഷ്ടപ്പെടാത്ത അധികാരം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ്പ് വാച്ചിങ്. താങ്ക്